ദിവസവും 1 മണിക്കൂർ അധികം കിട്ടിയെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാകും. വ്യായാമം ചെയ്യാം, പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കാം എന്നൊക്കെ സ്വപ്നം കാണും. പക്ഷെ എത്ര ശ്രമിച്ചാലും ആഗ്രഹിക്കുന്ന രീതിയിൽ ഒഴിവ് സമയം കിട്ടില്ല. എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് നോക്കിയാലോ? ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞാൽ ആ 1 മണിക്കൂർ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷേ അത് ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾക്കിടയിലും ശരിയായ പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ടും ചെറിയ ചില ശീലങ്ങൾ കൊണ്ടും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ അതിരാവിലെ എഴുന്നേൽക്കുകയോ അസാധാരണമായ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യാതെ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ദിവസവും കുറഞ്ഞത് 1 മണിക്കൂർ ലാഭിക്കാൻ സഹായിക്കുന്ന ചില ടിപ്പുകളാണ് പറയാൻ പോകുന്നത്. ഒരു ദിവസം 1 മണിക്കൂർ ലാഭിക്കുക എന്നതുകൊണ്ട് ഒറ്റയടിക്ക് 1 മണിക്കൂർ കിട്ടുമെന്നല്ല കരുതേണ്ടത്. മറിച്ച് ദിവസത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കുറച്ച് ഫ്രീ ടൈം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ് എന്നിങ്ങനെ പല സമയത്തായി ഫ്രീ ടൈം കണ്ടെത്താനാകും. ഇവയെല്ലാം കൂട്ടുമ്പോൾ 1 മണിക്കൂറോ അതിൽ കൂടുതലോ ആകും. നമ്മുടെ രീതികൾ പെട്ടെന്ന് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം പതിയെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സമയത്തേക്കാൾ 20-30 മിനിറ്റ് നേരത്തെ ഉണരുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത്. പെട്ടെന്ന് 2 മണിക്കൂർ മാറ്റം വരുത്താൻ ശ്രമിക്കരുത്. ചെറിയ മാറ്റം വരുത്തുമ്പോൾ ലഭിക്കുന്ന സമയം നിങ്ങളുടെ ഡേ പ്ലാൻ ചെയ്യാനോ ലഘുവായി വ്യായാമം ചെയ്യാനോ അല്ലെങ്കിൽ ശാന്തമായി നടക്കാനോ ഒക്കെ ഉപയോഗിക്കുക. മെസ്സേജോ സോഷ്യൽ മീഡിയയോ പരിശോധിക്കാൻ ഈ സമയം ഉപയോഗിക്കരുത് എന്നത് വളരെ പ്രധാനമാണ്. ഒരു ദിവസം ശാന്തമായ മനസ്സോടെ തുടങ്ങുന്നത് നല്ലൊരു കാര്യമാണ്. പലരും രാവിലെ വസ്ത്രം എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം, താക്കോൽ എവിടെ വെച്ചു എന്നൊക്കെ ആലോചിച്ച് 15 മുതൽ 20 മിനിറ്റ് വരെ സമയം നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇതൊഴിവാക്കാൻ 5 മിനിറ്റ് തലേദിവസം രാത്രി ചെലവഴിച്ചാൽ മതിയാകും. നാളെ ധരിക്കാനുള്ള വസ്ത്രങ്ങൾ തയ്യാറാക്കി വെക്കുക. ബാഗ്, ലാപ്ടോപ്പ്, രേഖകൾ, ID എന്നിവയൊക്കെ പാക്ക് ചെയ്യുക. ഭക്ഷണം നേരത്തെ പ്ലാൻ ചെയ്യുക. താക്കോൽ, പേഴ്സ്, ചാർജർ എന്നിവ നിശ്ചിത സ്ഥലത്ത് വെക്കുക തുടങ്ങിയ ചെറിയ കാര്യങ്ങളിലൂടെ രാവിലത്തെ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഇതോടെ നിങ്ങളുടെ ദിവസം സുഗമമായി ആരംഭിക്കുകയും നിങ്ങൾ അറിയാതെ തന്നെ 15 മുതൽ 20 മിനിറ്റ് വരെ ലാഭിക്കുകയും ചെയ്യും. ഉണർന്നതിന് ശേഷം ആദ്യത്തെ 1 മണിക്കൂർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്നത് ശീലമാക്കാനും ശ്രദ്ധിക്കണം. ഉണർന്ന ഉടൻ ഫോൺ എടുക്കുന്നത് പലപ്പോഴും 5 മിനിറ്റ് എന്നത് 25 മിനിറ്റ് സ്ക്രോളിംഗിലേക്ക് മാറ്റും. അതുകൊണ്ട് ആദ്യത്തെ 1 മണിക്കൂർ സോഷ്യൽ മീഡിയയും അനാവശ്യ ആപ്പുകളും ഒക്കെ ഒഴിവാക്കുക. ആ സമയം നിങ്ങളുടെ ആരോഗ്യത്തിനായി ഉപയോഗിക്കുക. ഇതുവഴി മാത്രം ദിവസവും 20 മുതൽ 30 മിനിറ്റ് വരെ ഫ്രീ ടൈം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ആദ്യത്തെ പ്രധാന ജോലികൾ തീരുമാനിക്കുക. ശ്രദ്ധയോടെ ജോലി ചെയ്യുന്ന സമയത്ത് ഫോൺ സൈലന്റ് മോഡിൽ വെക്കുകയോ സാധിക്കുമെങ്കിൽ ഡെസ്കിൽ നിന്ന് മാറ്റിവെക്കുകയോ ചെയ്യുക. ലാപ്ടോപ്പിലെ അനാവശ്യ ടാബുകൾ ക്ലോസ് ചെയ്യുക. ഇതിലൂടെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പല ജോലികളിലും വിവിധ തരത്തിലുള്ള ഡിസ്ട്രാക്ഷനുകളാണ് ഉണ്ടാവുക. നിങ്ങളുടെ ജോലി അനുസരിച്ച് സമയം കളയുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനായി സ്വയം തീരുമാനിക്കുകയാണ് വേണ്ടത്. യാത്രാ സമയം വിവേകത്തോടെ ഉപയോഗിക്കുന്നതും സമയം ലാഭിക്കും. നിങ്ങൾ പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ സമയം അനാവശ്യമായി സ്ക്രോൾ ചെയ്യുന്നതിന് പകരം പഠിക്കാനോ അല്ലെങ്കിൽ ചെറിയ ജോലികൾ ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കാം. ഓഡിയോ ബുക്കുകളോ പ്രയോജനകരമായ പോഡ്കാസ്റ്റുകളോ കേൾക്കാം. നിങ്ങളുടെ ചെയ്യാനുള്ള ജോലികളുടെ ലിസ്റ്റ് നോക്കി നാളത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. അത്യാവശ്യമല്ലാത്ത മെസ്സേജുകൾക്ക് ഒരുമിച്ച് മറുപടി നൽകാം. വീട്ടിലെത്തിയ ശേഷം പലരും ഫോണിലോ TV-യിലോ 5 മിനിറ്റ് എന്ന് കരുതി ടൈം സ്പെൻഡ് ചെയ്യുന്നതും സ്വാഭാവികമാണ്. എന്നാൽ മിനിമം 30 മിനിറ്റെങ്കിലും ഈ ശീലത്തിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടാകും. ഫ്രഷ് ആവുക, ഭക്ഷണം കഴിക്കുക, റെസ്റ്റ് എടുക്കുക, എന്തെങ്കിലും ഹോബികൾ ഉണ്ടെങ്കിൽ അതിനായി സമയം ചെലവഴിക്കുക എന്നിവയൊക്കെ ചെയ്യാവുന്നതാണ്. നാളത്തേക്കുള്ള കാര്യങ്ങളും ഈ സമയത്ത് പ്ലാൻ ചെയ്യാം. രാത്രിയിൽ സ്ക്രീൻ സമയം പരിമിതപ്പെടുത്താനും ശ്രദ്ധിക്കണം. ഫോൺ ഉപയോഗിക്കരുത് എന്നല്ല, ഒരു സമയപരിധി നിശ്ചയിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. കൃത്യസമയത്ത് ഉറങ്ങുന്നത് രാവിലെ നേരത്തെ ഉണരാനും സഹായകമാകും. ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം 1 മണിക്കൂർ ലാഭിക്കാൻ നിങ്ങൾ ടൈം മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ഒന്നും ആകണ്ട. ജീവിതത്തിലെ മറ്റ് സന്തോഷങ്ങൾ വേണ്ടെന്ന് വെക്കുകയും വേണ്ട. ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ധാരാളം സമയം ലാഭിക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.